സ്ക്രീൻ കാണാലോ അല്ലേ? ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് പ്രൊഡക്ഷൻ ഓഫ് എക്സ്റേസ് ആൻഡ് ഗാമ റേസ്, എങ്ങനെയൊക്കെയാണ് എക്സ്റേ, ഗാമ റേ തുടങ്ങിയ റേഡിയേഷൻ റേഡിയോഗ്രഫിക് വേവ്സ് നമുക്ക് എങ്ങനെയൊക്കെ ജനറേറ്റ് ചെയ്യാം, പ്രൊഡ്യൂസ് ചെയ്യാം എന്നുള്ളതായിരുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞത്. അതിന്റെ കൂടെ പ്രോപ്പർട്ടീസ് ഓഫ് എക്സ്റേസ് ആൻഡ് ഗാമ റേസ്, കോമൺ പ്രോപ്പർട്ടീസ്. ഇപ്പോൾ ഇത് യൂണിവേഴ്സിറ്റി ക്വസ്റ്റൻ ആയിരുന്നു, പ്രോപ്പർട്ടീസ് ഓഫ് എക്സ്റേസ് ആൻഡ് ഗാമ റേസ്. ഇപ്പോൾ പ്രൊഡക്ഷൻ ഓഫ് എക്സ്റേസിൽ നമ്മൾ എക്സ്റേ ട്യൂബിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. എക്സ്റേ ട്യൂബിനകത്തുള്ള കമ്പണൻസ് എന്തൊക്കെയാണെന്നും എങ്ങനെയാണ് എക്സ്റേ ജനറേറ്റ് ചെയ്യുന്നത് എന്നുള്ളതും, പിന്നെ അവിടെ ഫാസ്റ്റ് മൂവിങ് ഇലക്ട്രോണിന്റെ കൈനറ്റിക് എനർജിയെ എന്തൊക്കെ ആക്കിയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാറ്ററിലേക്ക് നമ്മൾ പോവുകയാണ്. ദറ്റ് ഈസ് ഡിഫറെന്റ് റേഡിയോഗ്രാഫിക് ടെസ്റ്റിംഗ് ടെക്നിക്സ്. നമ്മളെല്ലാ ടെസ്റ്റിംഗ് മെത്തേഡിനകത്തും ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ടെക്നിക്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ലിക്വിഡ് പെനിട്രന്റ് ടെസ്റ്റിംഗിലാണെങ്കിൽ ഒരുപാടെണ്ണം നമ്മൾ പഠിച്ചിട്ടുണ്ട്. വാട്ടർ വാഷബിൾ മെത്തേഡ്, സോൾവെന്റ് റിമൂവബിൾ മെത്തേഡ്, അല്ലേ? അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെത്തേഡ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ മാഗ്നറ്റിക് പാർട്ടിക്കൽ ടെസ്റ്റിൽ ഹെഡ് ഷോട്ട്, കോയിൽ ഷോട്ട്, സെൻട്രൽ കണ്ടക്ടർ, മാഗ്നറ്റിക് യോക്ക് തുടങ്ങിയൊക്കെ ടെക്നിക്കുകളെ പറ്റി പഠിച്ചിട്ടുണ്ടായിരുന്നു. അൾട്രാസോണിക് ടെസ്റ്റിംഗ് ടെക്നിക്കിലാണെങ്കിലും ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് പ്രോബ്സ് ഉപയോഗിച്ചുകൊണ്ട്, പ്രോബ്സിന്റെ ഡിഫറെന്റ് എലമെന്റുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ടെസ്റ്റിംഗ് ടെക്നിക്കുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ റേഡിയോഗ്രഫിക് ടെസ്റ്റിംഗ് ടെക്നിക്കിലെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടെസ്റ്റിംഗ് ടെക്നിക്സ്, ആ ടെക്നിക്കുകളുടെ പേരാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിൽ ഓരോന്നും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുള്ളതാണ്. ഫസ്റ്റ് ടെക്നിക്ക് ഈസ് സിംഗിൾ വോൾ സിംഗിൾ ഇമേജ് ടെക്നിക്, ദാറ്റ് ഈസ് SWSI. നിങ്ങളുടെ സിലബസിനകത്ത് ഈ പറയുന്ന പേരുകളൊക്കെ സ്പെസിഫിക് ആയിട്ട് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാറുണ്ട്. സോ ഫസ്റ്റ് ടെക്നിക്ക് ഈസ് സിംഗിൾ വോൾ സിംഗിൾ ഇമേജ് ടെക്നിക്. Then second one, double wall single image technique, that is DWSI. Then double wall double image technique, that is DWDI. Then double wall superimposing technique. And last one is the real time radiography. ഈ റിയൽ ടൈം റേഡിയോഗ്രഫി നമുക്ക് അത് പറയുന്ന സമയത്ത് അതിനെപ്പറ്റി കൂടുതൽ പറയണം. കാരണം ഇതാണ് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള റേഡിയോഗ്രഫി ടെസ്റ്റിംഗ് ടെക്നിക്ക്, റിയൽ ടൈം റേഡിയോഗ്രഫി. ഓക്കെ, നമുക്കപ്പം 5 ടെക്നിക്കുകളാണ് ഉള്ളത്. പേരുകൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ സിംഗിൾ വാൾ സിംഗിൾ ഇമേജ്, ദെൻ ഡബിൾ വാൾ സിംഗിൾ ഇമേജ്, ദെൻ ഡബിൾ വാൾ ഡബിൾ ഇമേജ്, ദെൻ ഡബിൾ വാൾ സൂപ്പർ ഇമ്പോസിംഗ്, ദെൻ ലാസ്റ്റ് വൺ ഈസ് ദി റിയൽ ടൈം റേഡിയോഗ്രഫി. അപ്പൊ ഇത് ഓരോ എന്തുകൊണ്ടാണ് ഇങ്ങനെ പേര് വന്നത്, ഈ ടെസ്റ്റിംഗ് എങ്ങനെയാണ് നടത്തുക തുടങ്ങിയൊക്കെ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് SWSI, that is single wall single image method. This method is used when both sides of specimens are accessible, can be tested in cylinders, plates, shells, large diameter pipes. Source is kept outside and film inside or vice versa. നമുക്കറിയാം റേഡിയോഗ്രഫിക് ടെസ്റ്റിങ്ങിന് നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ടുന്ന കമ്പോണൻസ് എന്തൊക്കെയാണ്? ഒരു റേഡിയോഗ്രഫിക് ടെസ്റ്റിംഗ് നടത്താൻ വേണ്ടി എൻ്റെ കയ്യിൽ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ടുന്ന എലമെന്റുകൾ എന്തൊക്കെയാണ്? ഇതൊക്കെ വേണടാ. പോയോ? റേഡിയോഗ്രഫിക് ടെസ്റ്റിംഗ് നടത്താൻ എന്തൊക്കെ എലമെന്റ്സ് എൻ്റെ കയ്യിൽ ഉണ്ടായിരിക്കണം? റേഡിയോ സോഴ്സ്, ഒരു റേഡിയോഗ്രഫിക് സോഴ്സ് വേണം. ദെൻ ഫിലിം, അതിനെ റെക്കോർഡ് ചെയ്യാൻ ആവശ്യമായ ഫിലിം വേണം. ഓക്കെ, അപ്പൊ ഒരു ടെസ്റ്റ് പീസ് വേണം, അല്ലെ? ഒരു ടെസ്റ്റ് പീസ് വേണം, ഇതേപോലെ ഒരു ടെസ്റ്റ് പീസ് വേണം. എന്തോ ആയിക്കോട്ടെ, നമ്മൾക്ക് ടെസ്റ്റ് ചെയ്യാൻ തന്നെ ടെസ്റ്റ് പീസ് മാത്രം പോരാ. ഈ ടെസ്റ്റ് പീസിന്റെ ഒരു സൈഡിൽ റേഡിയോഗ്രഫിക് സോഴ്സും ഓപ്പോസിറ്റ് സൈഡിൽ അതിനെ റെക്കോർഡ് ചെയ്യാൻ ആവശ്യമായ ഫിലിമും വേണം, അല്ലെ? ഓക്കെ, അപ്പൊ ഇനി എന്താണ് സിംഗിൾ വോൾ സിംഗിൾ ഇമേജ് എന്നുള്ളതൊക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഞാനൊരു ഫിഗർ കാണിക്കാം. ഇവിടെ ഈ ഫിഗർ എന്ന് പറയുന്നത് ഇതൊരു ട്യൂബാണ്. ട്യൂബിന്റെ ക്രോസ് സെക്ഷണൽ വ്യൂ ആണ്, അല്ലെ? ഒരു ഡയമീറ്റർ, ഇത്രയും ഡയമീറ്ററിലുള്ള ഒരു ട്യൂബാണ്, D ഡയമീറ്ററിലുള്ള ട്യൂബ്. ഓക്കെ, ഈ ട്യൂബ് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഈ പൈപ്പിനെ ഇവിടെ ഒരു ജോയിന്റ് കാണിച്ചിട്ടുണ്ട്. ഇത് ക്രോസ് സെക്ഷണൽ വ്യൂ ആണ്. ഇതൊരു ജോയിന്റ് ആയിട്ടുണ്ട്, ഇവിടെ ഒരു ജോയിന്റ് കാണിച്ചിട്ടുണ്ട്. അതായത് വെൽഡ് ചെയ്താണ് രണ്ട് പൈപ്പുകൾ എന്ത് ചെയ്തെന്ന് വെച്ചാല്
ഇതേപോലെ ഇതൊരു പൈപ്പ്, വേറൊരു സെക്കൻഡ് പൈപ്പ്. ഈ രണ്ട് പൈപ്പിനെയും ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, വെൽഡ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ പെരിഫറിയിൽ വെൽഡ് ചെയ്തിട്ടുണ്ട്, രണ്ട് പൈപ്പിനെയും കൂടി ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടുത്തെ മെറ്റൽ ജോയിനിങ് പ്രോസസ്സ് വെച്ചിട്ട് ഈ രണ്ട് പൈപ്പിനെയും കമ്പൈൻ ചെയ്ത് സിംഗിൾ പൈപ്പാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമ്മളിപ്പോ ചെയ്ത വെൽഡിങ്ങിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ, അല്ലെങ്കിൽ വെൽഡിങ് പ്രോപ്പർ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സംടൈംസ് ഉപയോഗിക്കുന്ന ടെസ്റ്റിംഗ് മെത്തേഡ് റേഡിയോഗ്രാഫിക് ടെസ്റ്റിംഗ് ആയിരിക്കും. കാരണം വെൽഡ് ചെയ്ത് വന്നാലുള്ള ആ ജോയിന്റിന്റെ ഉള്ളിൽ, വെൽഡഡ് ജോയിന്റിന്റെ ഉള്ളിലൊക്കെ ക്രാക്ക് ഉണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ പൊട്ടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വെൽഡ് ചെയ്യപ്പെട്ട രണ്ട് പൈപ്പുകൾ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഇപ്പൊ ഇവിടെ ഒരു പൈപ്പ് 1 ഉണ്ട്, ഇവിടെ പൈപ്പ് 2 ഉണ്ട്. ഇത് രണ്ടും കൂടി വെൽഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വെച്ച് വെൽഡിങ് നടത്തിയിട്ടുണ്ട്. അതിന്റെ ഒരു ക്രോസ് സെക്ഷണൽ വ്യൂ ആണ് ഇപ്പോൾ ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോ എന്താണ് സിംഗിൾ വോൾ സിംഗിൾ ഇമേജ് ടെക്നിക്ക് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ പൈപ്പിന്റെ ഇന്നർ സൈഡില് നമ്മൾ സോഴ്സ് വെച്ചു, റേഡിയോഗ്രാഫിക് സോഴ്സ്. പൈപ്പിന്റെ ഔട്ടർ സർഫസിൽ ഈ വെൽഡിന്റെ നേരെ മേലയിലായിട്ട് പ്ലേറ്റ് വെച്ചിട്ടുണ്ട്, അതേപോലെ താഴെയും വെച്ചിട്ടുണ്ട്. ഹോൾ പൈപ്പ് എടുക്കുകയാണെങ്കിൽ പൈപ്പിന്റെ ചുറ്റിലും ഉണ്ടാവും അല്ലെ, ഒരു പൈപ്പ് എടുക്കുകയാണെങ്കിൽ ആ പൈപ്പിന്റെ വെൽഡിന് ചുറ്റിലും ഒരു ഫിലിമിനെ കൊണ്ട് ചുറ്റി വെച്ചിട്ടുണ്ടാവും. ഉള്ളിലാണ് സോഴ്സ് ഉള്ളത്. എന്നിട്ട് ഈ സോഴ്സ് എന്ത് ചെയ്യും, റേഡിയോഗ്രാഫിക് വേവ്സ് അല്ലെങ്കിൽ എക്സ്റേസിനെ അല്ലെങ്കിൽ ഗാമ റേസിനെ ജനറേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ എക്സ്റേസ് ആണെങ്കിൽ എക്സ്റേസിനെ ജനറേറ്റ് ചെയ്തിട്ട് ഈ വെൽഡിലൂടെ പോയി ഈ വെൽഡിലുള്ള പ്രോപ്പർട്ടീസിനനുസരിച്ച് അല്ലെങ്കിൽ ഇതിന് ക്രാക്കോ കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ളതൊക്കെ നോക്കിയിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇമേജ് ഈ ഫിലിമിനകത്ത് ജനറേറ്റ് ചെയ്യും. അതേപോലെ താഴെയുള്ള വെൽഡിലൂടെയും പോകും, അവിടെ ജനറേറ്റ് ചെയ്യും. അതേപോലെ ഇതിന്റെ പെരിഫറിയിൽ എല്ലാ ഭാഗത്തും, വെൽഡിംഗ് ഉള്ള എല്ലാ ഭാഗത്തും എക്സ്റേ റേഡിയേഷൻസ് പോവുകയും അത് അതിന്റെ പുറത്തുള്ള ഫിലിമിനകത്ത് റെക്കോർഡ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ സോഴ്സിൽ നിന്നും വരുന്ന ഒരു എക്സ്റേ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഞാൻ ഒറ്റൊരു സിംഗിൾ റേ കൺസിഡർ ചെയ്യുന്നത്, ഈ റേ, ഇയാള് നമ്മുടെ പൈപ്പിന്റെ ഒരു വാളിലൂടെ മാത്രമേ കടന്നു പോകുന്നുള്ളൂ അല്ലെ, ഒരു സിംഗിൾ വാളിലൂടെയാണ് കടന്നു പോകുന്നത്. നമുക്ക് ഉണ്ടാക്കി തരുന്നത് ആ സിംഗിൾ വാളിന്റെ ഇമേജ് ആണ് ഇവിടുത്തെ പ്ലേറ്റിൽ ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലെ, അങ്ങനല്ലേ? ഇത് ഈ പൈപ്പിനെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോ ഇതിന്റെ ക്രോസ് സെക്ഷണൽ വ്യൂ ആണ് കാണിച്ചിട്ടുള്ളത്. ഇതൊരു വാളാണ്, ഇത് വേറൊരു വാളാണ് അല്ലെ. ക്രോസ് സെക്ഷണൽ വ്യൂല് വാള് എന്ന് വെച്ചാൽ എന്താ, ചുമരല്ലേ. അപ്പൊ ഇതൊരു ചുമരാണ്, ഇത് വേറൊരു ചുമരാണ്. അപ്പൊ ഇവിടെ സോഴ്സിൽ നിന്നും വരുന്ന ഒരു സിംഗിൾ റേഡിയേഷനെ ഞാൻ കൺസിഡർ ചെയ്യുമ്പോൾ ഇയാള് ഒരൊറ്റ വാളിൽ കൂടെ മാത്രമേ കടന്നു പോയിട്ടുള്ളൂ. എന്നിട്ട് അതിന് കറസ്പോണ്ടിങ് ഇമേജ് നമ്മുടെ പ്ലേറ്റിനകത്ത് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് കോൾഡ് ആസ് സിംഗിൾ വാൾ സിംഗിൾ ഇമേജ്. ഓക്കെ, അതേ എലമെന്റ് തന്നെയാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ഇപ്പം സോഴ്സ് നമ്മൾ ഇൻസൈഡിലാണ് വെച്ചിട്ടുള്ളത്. നേരെ തിരിച്ച് ഇവിടെ നമ്മളെ വെൽഡഡ് ജോയിന്റ് ഉണ്ടെന്ന് വെച്ചോ, ഇവിടെയാണ് വെൽഡഡ് ജോയിന്റ്. ഇതും പൈപ്പിന്റെ ഒരു സൈഡ് വ്യൂ ആണ്, ഒരു ക്രോസ് സെക്ഷണൽ സൈഡ് വ്യൂ ആണ്. ഇവിടെ സോഴ്സ് നമ്മൾ പൈപ്പിന്റെ പുറത്താ വെച്ച്, ഫിലിം നമ്മൾ പൈപ്പിന്റെ ഇൻസൈഡ് പാർട്ടിലാണ് വെച്ചത്. ഓക്കെ, ഫിലിം ഉള്ളിൽ വെച്ചിട്ടുണ്ട്, സോഴ്സ് പുറത്ത്. സോഴ്സിൽ നിന്ന് വരുന്ന റേഡിയേഷൻസിനെ, ഒരു സിംഗിൾ റേഡിയേഷനെ ഞാൻ കൺസിഡർ ചെയ്യുന്നത് ഈ റേഡിയേഷൻ ഇവിടുന്ന് എക്സ്റേ വന്ന് ഒരു വോളിലൂടെ മാത്രം കയറി അതിന്റെ ഇമേജ് ഈ ഫിലിമിൽ ക്രിയേറ്റ് ചെയ്യും. സോ ഒന്നുകിൽ സോഴ്സ് ഇൻസൈഡിൽ വെക്കാം, അല്ലെങ്കിൽ ഔട്ട്സൈഡിൽ വെക്കാം. ഇത് ഇൻസൈഡിൽ വെച്ച വേറൊരു ഫിഗർ ആയത്. അതേ പൈപ്പ് തന്നെ ഇവിടെ വെൽഡഡ് ജോയിന്റ് ഉണ്ടെന്ന് വെച്ചോ, ഈ കാണിച്ചേക്കുന്ന വെൽഡഡ് ജോയിന്റ് ആണെന്ന് വെച്ചോ. അപ്പോ സോഴ്സ് ഞാനിപ്പോ പൈപ്പിന്റെ ഒരു ഇൻസൈഡിൽ ഒരു സ്ഥലത്ത് വെച്ചിട്ടുണ്ട്, ഫിലിം ഞാൻ പൈപ്പിന്റെ ഔട്ട്സൈഡിൽ വെച്ചിട്ടുണ്ട്. ദെൻ ഈ സോഴ്സിൽ നിന്നും വരുന്ന എക്സ്റേ റേഡിയേഷൻസ് നേരെ പോയി ഒരു സിംഗിൾ വാളിലൂടെ അല്ലെ, ഒറ്റൊരു വാളിലൂടെ മാത്രമേ കയറി പോകുള്ളൂ. രണ്ട് കറസ്പോണ്ടിങ് ഇമേജ് ഇവിടെ ജനറേറ്റ് ചെയ്യും. സോ ഇറ്റ് ഈസ് കോൾഡ് ആസ് സിംഗിൾ വാൾ സിംഗിൾ ഇമേജ്. ദാറ്റ് ഈസ് SWSI. ഇവിടെ നിങ്ങൾക്ക് മേലത്തെ രണ്ട് ഫിഗറിൽ നോക്കിയാൽ മനസ്സിലാവും, സോഴ്സിനെ നമ്മൾ ഔട്ട്സൈഡ് വെച്ചിട്ടും ചെയ്തിട്ടുണ്ട്, സോഴ്സിനെ ഇൻസൈഡിൽ വെച്ചിട്ടും ചെയ്തിട്ടുണ്ട്. നമ്മൾ പൊതുവെ ഈ പറയുന്ന മെത്തേഡിൽ ഒരു ഡിഫറെന്റ് മെത്തേഡും കൂടി ഉണ്ട്. നമുക്കിപ്പോ ഇവിടെ നോക്കാം, ഇത് സോഴ്സ് എവിടെയുള്ളത്, ഔട്ട്സൈഡ് ആണ്, ഇതിൽ സോഴ്സ് ഇൻസൈഡ് ആണ്. ബട്ട് സോഴ്സിനെ എക്സാക്ട് സെന്ററിൽ വെച്ചിട്ടുള്ള ഫിഗറാണ് ഈ താഴെ കാണിച്ചിട്ടുള്ളത്. സോഴ്സിനെ ഇൻസൈഡിൽ തന്നെ, നേരത്തെ ഇവിടെയും ഇൻസൈഡിൽ തന്നെയാണ്, പക്ഷെ സോഴ്സ് എക്സാക്ട് സെന്ററിലൊന്നുമല്ല, ഒരു ഓഫ്സെറ്റ് ചെയ്തിട്ടാണ് അല്ലെ, സെന്ററിൽ നിന്ന് കുറച്ച് മാറിയിട്ടാണുള്ളത്.
അപ്പൊ അത് നമുക്ക് റിസൾട്ടിന്റെ കിട്ടേണ്ടത് എങ്ങനെയാണ് എന്നുള്ളതിനൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ ഒരു പൊസിഷൻ നമ്മൾ മെഷർ ചെയ്തിട്ട് വെക്കുന്നത്. നേരെ മറിച്ച് ഇതേപോലെ പൈപ്പിന്റെ എക്സാക്ട് സെന്റർ പൊസിഷനിൽ നമ്മൾ സോഴ്സ് വെച്ചിട്ട് ആ പൈപ്പിനകത്ത് വരുന്ന വെൽഡഡ് ജോയിന്റിലേക്ക് ഈ റേഡിയേഷൻസ് കടത്തി വിടുക. അപ്പം നമ്മൾ സൈഡ് വ്യൂ നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും, നടുക്കൊരു സോഴ്സ് ഉണ്ടാവും. ഈ സോഴ്സിൽ നിന്നും പൈപ്പിന്റെ എല്ലാ ഭാഗത്തേക്കും റേഡിയേഷൻസ് പോകുന്നുണ്ടാവും. ഇങ്ങനെ എക്സാക്ട് സെന്ററിൽ വെച്ചിട്ട് റേഡിയേഷൻസിനെ എല്ലാ ഭാഗത്തേക്കും ഈക്വൽ ആയിട്ട് അയക്കുന്ന ഈ മെത്തേഡിന്റെ പേര് പനോരമിക് മെത്തേഡ് എന്നാണ്. അതാണ് ഇവിടെ പറഞ്ഞത്, പനോരമിക് ടെക്നിക്. റേഡിയേഷൻ സോഴ്സ് ഈസ് കെപ്റ്റ് ഇൻ ദി സെന്റർ ഓഫ് പൈപ്പ് and film is fixed around the weld on outer surface. The total circumferential weld length is exposed at a time. ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഈ ഒരു മെത്തേഡിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഇയാൾ ഏറ്റവും എക്സാക്ട് സെൻട്രൽ ആയതുകൊണ്ട് തന്നെ ഒരൊറ്റ സമയം കൊണ്ട് തന്നെ ഇതിന്റെ ചുറ്റിലും എല്ലാ ഭാഗത്തേക്കും നമുക്ക് എക്സ്റേസിനെ അയച്ചുകൊണ്ട് ചെറിയ സമയം കൊണ്ട് തന്നെ ഈ എല്ലാ ഏരിയയും, ഇതിന്റെ ഡയമീറ്റർ ഏരിയ കംപ്ലീറ്റ്, അല്ലെങ്കിൽ ഇതിന്റെ റേഡിയൽ ഡിസ്റ്റൻസിൽ വരുന്ന, അല്ലെങ്കിൽ ഇതിന്റെ സർക്കുലർ ഏരിയ കംപ്ലീറ്റ് നമുക്ക് ഒറ്റ സമയത്ത് തന്നെ ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. നേരെ മറിച്ച് ഈ ഫിഗർ പ്രകാരമാണെങ്കിൽ ഇപ്പൊ സോഴ്സ് ഇങ്ങോട്ടേക്ക് മാത്രമേ റേഡിയേഷൻസ് വിടുന്നുള്ളൂ. ഇനി ഇതേ സോഴ്സിന് ഞാൻ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗത്തുള്ള ചെക്കിംഗ് ഒക്കെ നടക്കും അല്ലെ. അപ്പൊ ഈ രീതിയിൽ ഞാൻ സോഴ്സിന് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോയാൽ മാത്രമേ എനിക്ക് ഹോൾ സർക്കംഫറൻഷ്യൽ ഏരിയ എനിക്ക് കവർ ചെയ്യാൻ പറ്റുള്ളൂ. നേരെ മറിച്ച് പനോറമിക് ടെക്നിക്കിലാണെങ്കിൽ ഒരു എക്സാക്ട് സെന്ററിൽ സോഴ്സ് കീപ്പ് ചെയ്യുന്നതുകൊണ്ട് തന്നെ സിംഗിൾ ടൈം അല്ലെങ്കിൽ ഒറ്റ ടൈം തന്നെ നമുക്ക് ഇതിന്റെ എല്ലാ ഏരിയയും, എല്ലാ സർക്കംഫറൻഷ്യൽ ഏരിയയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടെസ്റ്റിങ് ക്യാരി ചെയ്യാൻ പറ്റും. സോ ദിസ് ഈസ് സിംഗിൾ വാൾ സിംഗിൾ ഇമേജ്. ഇറ്റ് ഈസ് കോൾഡ് ആസ് സിംഗിൾ വാൾ സിംഗിൾ ഇമേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റേഡിയേഷൻ സോഴ്സിൽ നിന്നും വരുന്ന റേഡിയേഷൻസ് നമ്മുടെ ടെസ്റ്റ് പീസിന്റെ ഒരൊറ്റ വാളിൽ കൂടെ മാത്രമേ കടന്നു പോകുന്നുള്ളൂ. ആ പോകുന്ന ഏരിയയിലുള്ള ഡീറ്റെയിൽസിനനുസരിച്ചിട്ടുള്ള ഒരു സിംഗിൾ ഇമേജ് മാത്രമേ നമ്മുടെ ഫിലിമിനകത്ത് ജനറേറ്റ് ചെയ്യുന്നുള്ളൂ. ഇവിടെ സോഴ്സ് ഒന്നുകിൽ ഔട്ട്സൈഡ് എടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ ടെസ്റ്റ് ട്യൂബിന്റെ ഒക്കെ ട്യൂബ് എലമെന്റിന്റെ ഇൻസൈഡ് പാർട്ടിൽ എടുക്കാം. ഇനി ഇതേപോലെ ഇൻസൈഡ് പാർട്ടിൽ തന്നെ എക്സാക്ട് സെന്റർ പൊസിഷനിൽ കീപ്പ് ചെയ്തിട്ട് ചെയ്യുന്ന ടെക്നിക്കാണ് പനോരമിക് ടെക്നിക് ഇൻ റേഡിയോഗ്രഫി. So, single wall single image technique. This method used when both sides of specimens are accessible, can be tested in cylinders, plates, shells, large diameter pipes. Then source is kept outside and film inside, or vice versa. ഒന്നുകിൽ സോഴ്സ് ഔട്ട്സൈഡിലും ഫിലിം ഇൻസൈഡിലും വെക്കാം, അല്ലെങ്കിൽ ഫിലിം ഔട്ട്സൈഡിലും സോഴ്സ് ഇൻസൈഡിലും വെക്കാം. Then what is panoramic technique? അതിനകത്ത് റേഡിയേഷൻ സോഴ്സ് എക്സാക്ട് പൈപ്പിന്റെ സെന്ററിലായിരിക്കും നമ്മൾ കീപ്പ് ചെയ്യുക. എന്നിട്ട് അവിടുന്ന് പൈപ്പിന്റെ എല്ലാ ഏരിയയിലേക്കും എക്സ്റേസിനെ ജനറേറ്റ് ചെയ്ത് അയച്ചുകൊണ്ട് നമുക്ക് ചെറിയ സമയം കൊണ്ട് തന്നെ ആ ഒരു സർക്കംഫറൻഷ്യൽ ഏരിയ കംപ്ലീറ്റ് കവർ ചെയ്തെടുക്കാൻ പറ്റും. ദാറ്റ് ഈസ് സിംഗിൾ വാൾ സിംഗിൾ ഇമേജ് ടെക്നിക്. ക്ലിയർ ആണോ? സർ. ഓക്കെ, അപ്പൊ നമ്മളിവിടെ എക്സാമ്പിൾ പറയുന്നത് രണ്ട് പൈപ്പ് വെൽഡഡ് ജോയിന്റ് വെച്ചിട്ടുള്ള രണ്ട് പൈപ്പിലെ വെൽഡിങ്ങിനെ, ആ ഒരു വെൽഡഡ് ജോയിന്റിനെയാണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്, റേഡിയോഗ്രാഫിക് ടെസ്റ്റിങ്ങിന് വിധേയമാക്കുന്നത്. പൈപ്പിന്റെ സ്ട്രക്ചറിനെ അല്ല, ഈ വെൽഡിനെയാണ്. ഇനി അടുത്ത ടെക്നിക്ക് ഡബിൾ വാൾ സിംഗിൾ ഇമേജ് ടെക്നിക്. ഡബിൾ വാൾ സിംഗിൾ ഇമേജ് ടെക്നിക് നമുക്ക് ഫിഗർ നോക്കിയിട്ട് പറയാം. ഇവിടെയും നേരത്തെ പോലെ ഒരു പൈപ്പ് 1ഉം ഒരു പൈപ്പ് 2ഉം ഉണ്ട്. രണ്ടും കൂടി ഇവിടെ വെൽഡ് ചെയ്തിട്ടുണ്ട്. ക്രോസ് സെക്ഷണൽ വ്യൂ ആണ്. ഇപ്പൊ രണ്ട് ഭാഗത്തും ചെറിയ വെൽഡഡ് ജോയിന്റ് നിങ്ങൾക്ക് കാണാം. സോഴ്സ് നമ്മൾ കീപ്പ് ചെയ്തേക്കുന്നത് പൈപ്പിന്റെ ഔട്ട്സൈഡിലാണ്. ഫിലിമും സെയിം ഔട്ട്സൈഡ് തന്നെയാണ്. ഓക്കെ, ബട്ട് ഓപ്പോസിറ്റ് സൈഡിലാണ് അല്ലെ, സോഴ്സിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ. ദെൻ സോഴ്സിൽ നിന്ന് വരുന്ന റേഡിയേഷൻ എത്ര വാള് കടന്നു പോകുന്നുണ്ട് നോക്കാം. ഞാനൊരു സിംഗിൾ റേഡിയേഷൻ കൺസിഡർ ചെയ്യുന്നു. ഇവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോ ഈ ഒന്നാമത്തെ വാളിനെ ക്രോസ് ചെയ്തു. ഓക്കെ, ദെൻ റേഡിയേഷൻ ഇങ്ങനെ പോയി 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 താഴത്തെ വാളിലും കൂടി ക്രോസ് ചെയ്തു പോയി. അപ്പൊ എത്ര വാളിൽ കയറി? 2 വാളിൽ കയറി. ഓക്കെ, ദെൻ എത്ര വെൽഡിലൂടെ ജോയിൻ ചെയ്തു അല്ലെ, പാസ് ചെയ്തു? ഇവിടുന്ന് ഇപ്പോ വന്നു മേലത്തെ വാളിൽ, അവിടെ ഈ സ്ഥലത്ത് വെൽഡിങ്. ഹലോ 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 സർ, കേൾക്കുന്നുണ്ട്. കട്ടായോ? ഹലോ ഇല്ല. ഹലോ, കേൾക്കുന്നില്ലേ? സർ. ഓക്കെ, കൺസെപ്റ്റ് പറയാണ് എന്താണ് ഡബിൾ വാൾ സിംഗിൾ ഇമേജ്. ഇപ്പോ റേഡിയേഷൻ സോഴ്സും റേഡിയോഗ്രാഫിക് പ്ലേറ്റും നമ്മൾ
പൈപ്പിന്റെ ഔട്ട്സൈഡ് സർഫസിലാണ് വെച്ചിട്ടുള്ളത്, ഓപ്പോസിറ്റ് ടു ഈച്ച് അതർ അല്ലെ. അപ്പോൾ ഈ റേഡിയോഗ്രാഫിക് സോഴ്സ് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും നമ്മുടെ മേലത്തെ വെൽഡഡ് ജോയിന്റിൽ നിന്നും കുറച്ച് മാറിയിട്ടാണ് വെച്ചിട്ടുള്ളത്, നേരെ മേലയിലല്ല. റേഡിയോഗ്രാഫിക് സോഴ്സ് നമ്മുടെ വെൽഡിംഗ് ജോയിന്റിന്റെ കുറച്ച് ഓഫ്സെറ്റ് ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പൊ ഈ സോഴ്സിൽ നിന്ന് വരുന്ന റേഡിയേഷൻ എത്ര വോളിലൂടെ കടന്നു പോകുന്നുണ്ട്? ഈ ഒരൊറ്റ സിംഗിൾ റേഡിയേഷൻ സോഴ്സ് വേവ് ഞാൻ നോക്കുകയാണെ, 1 വോളിലൂടെ കടന്നുപോയി, മേലത്തെ വോളിലൂടെ കടന്നുപോയി, ദെൻ ഇങ്ങനെ വന്നു, താഴത്തെ വോളിലൂടെയും കടന്നുപോയി. ഇതൊരു വാള്, ഇത് മറ്റൊരു വാൾ അല്ലെ. അപ്പൊ 2 വോളിലൂടെ കടന്നുപോയി, 2 വോൾ, ദാറ്റ് ഈസ് 2W. ദെൻ എത്ര ഇമേജ് ജനറേറ്റ് ചെയ്തു എന്നുള്ളതാണ് ഇനി അടുത്ത് നോക്കേണ്ടത്. നമുക്കിവിടെ വെൽഡഡ് ജോയിന്റ് ആണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്, ഇമേജ് കിട്ടേണ്ടത് ജോയിന്റിന്റെ ആണ്. നമ്മൾ ക്രാക്ക് ഉണ്ടോ എന്ന് നോക്കുന്നത് ഈ വെൽഡഡ് ജോയിന്റിലല്ലേ. അപ്പൊ ഡബിൾ വാൾ, അപ്പൊ ഇവിടെ ഒരു വെൽഡഡ് ജോയിന്റ് ഉണ്ട്, ഇവിടെ ഒരു വെൽഡഡ് ജോയിന്റ് ഉണ്ട്. ഈ റേഡിയോഗ്രാഫിക് സോഴ്സിൽ നിന്നും വന്ന റേഡിയേഷൻസ് എത്ര വെൽഡിങ്ങിലൂടെ കടന്നുപോയി? ഈ ഒരു സിംഗിൾ വെൽഡിങ്ങിലൂടെ കടന്നു പോയിട്ടുള്ളൂ, മേലത്തെ വെൽഡിങ്ങിലൂടെ പോയോ ആരെങ്കിലും? പോയിട്ടില്ലല്ലോ. മേലത്തെ വെൽഡിങ്ങിലൂടെ ഇപ്പൊ ഒറ്റ റേഡിയേഷൻ പോലും കടന്നു പോയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ എത്ര വെൽഡിങ്ങിലൂടെ ഈ ഒരു സോഴ്സിൽ നിന്നുള്ള റേഡിയേഷൻ കടന്നു പോയിട്ടുണ്ട്? ഒരൊറ്റ വെൽഡിങ്ങിലൂടെ പോയിട്ടുള്ളൂ, താഴത്തെ വെൽഡിങ്ങിലൂടെ മാത്രം അല്ലെ. മേലത്തെ വെൽഡിങ്ങിലൂടെ ഈ ഫിഗർ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഈ മേലത്തെ വെൽഡിങ്ങിലൂടെ ഒരൊറ്റ റേഡിയേഷനും പോകുന്നില്ല. പക്ഷെ 2 വോളിലൂടെ പോയിട്ടുണ്ട്, മേലത്തെ വോളിലൂടെയും പോയിട്ടുണ്ട്, താഴത്തെ വോളിലൂടെയും പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ ഡബിൾ വോൾ എന്ന് വേണമെങ്കിൽ വിളിക്കാം, ഡബിൾ വോൾ എന്ന് വേണമെങ്കിൽ വിളിക്കാം, ദാറ്റ് ഈസ് DW. ബട്ട് എത്ര ഇമേജ് ജനറേറ്റ് ചെയ്തു? നമ്മൾ ഇവിടെ ആരുടെ ഇമേജാ നോക്കുന്നത്? ഈ ജോയിന്റുകളുടെ ഇമേജാ നോക്കുന്നത്. നമുക്ക് ഇവിടെ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും മേലത്തെ ജോയിന്റിലൂടെ ഒരൊറ്റ റേഡിയേഷൻ പോലും പോയിട്ടില്ല, പക്ഷെ താഴത്തെ ജോയിന്റിലൂടെ റേഡിയേഷൻസ് പാസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരൊറ്റ ഇമേജ് മാത്രമേ ഉണ്ടാവുള്ളൂ, ദാറ്റ് ഈസ് ഡബിൾ വോൾ സിംഗിൾ ഇമേജ്. നേരത്തെ കേസിലെ പ്രത്യേകത എന്തായിരുന്നു? ഇത് സിംഗിൾ വോൾ ആയിരുന്നു അല്ലെ. DW എന്നുള്ളതിന് പകരം SW എന്നായിരുന്നു. കാരണം നമ്മൾ സോഴ്സ് ഒന്നെങ്കിൽ ഇൻസൈഡിൽ വെക്കും, എന്നിട്ട് ഇതിനകത്ത് നിന്ന് വരുന്ന റേഡിയേഷൻ നോക്കുമ്പോൾ ഈ ഒരൊറ്റ വാളിലൂടെ മാത്രമേ പോയിട്ടുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ താഴത്തെ വാളിലൂടെ മാത്രമേ പോയിട്ടുണ്ടാവുള്ളൂ. പക്ഷെ ഇവിടെ ഇപ്പൊ നോക്കിയാൽ സോഴ്സിൽ നിന്നും വരുന്ന റേഡിയേഷൻ 2 വാളിലൂടെയും കടന്നിട്ടാണ് ഇമേജ് ഉണ്ടാക്കുന്നത്. ദാറ്റ് ഈസ് DWSI, ഡബിൾ വാൾ സിംഗിൾ ഇമേജ് ടെക്നിക്. Then this technique is employed for the pipes with diameter more than 90 mm outer diameter. പൈപ്പിന്റെ ഈ ഔട്ടർ ഡയമീറ്റർ മോർ ദാൻ 90 mm ആവുന്ന കേസുകളിലാണ് നമ്മൾ ഈ ഒരു ടെസ്റ്റിംഗ് മെത്തേഡ് ഉപയോഗിക്കുന്നത്. ഓക്കെ, then IQI is placed on the film side. IQI എന്ന് പറഞ്ഞാൽ ഇമേജ് ക്വാളിറ്റി ഇൻഡിക്കേറ്റർ എന്നാണ് അതിന്റെ അർത്ഥം. അതെന്താന്നുള്ളത് ഈ മൊഡ്യൂളിൽ നമ്മൾ പഠിക്കും. ഇമേജ് ക്വാളിറ്റി ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ചെക്കിംഗ് ഡിവൈസ് ആണ്. നമ്മൾ സോഴ്സിൽ നിന്നും വരുന്ന റേഡിയേഷൻ കൃത്യമായ വിവരങ്ങൾ നമ്മുടെ റേഡിയോഗ്രാഫിക് പ്ലേറ്റിനകത്ത് തരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ ആവശ്യമായ ഒരു എലമെന്റ് ആണ് IQI, ഇമേജ് ക്വാളിറ്റി ഇൻഡിക്കേറ്റർ. ഇമേജിന്റെ ക്വാളിറ്റിയെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ആള്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ഒരു റെഫറൻസ് ബ്ലോക്ക് എന്നെല്ലാം പറയുന്ന പോലത്തെ ഒരു എലമെന്റ് ആണ്. അതിനകത്ത് ഓൾറെഡി കുറച്ച് ക്രാക്കും സ്ലോട്ടുകളൊക്കെ ഉണ്ടാവും. എന്നിട്ട് നമ്മൾ അത് എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ സോഴ്സിന്റെയും ഫിലിമിന്റെയും ഇടയിൽ അയാളെ പ്ലേസ് ചെയ്യും. ഇപ്പൊ ഈ ഒരു എക്സാമ്പിൾ പറയാം. ഇവിടെ ഇപ്പൊ പറയുന്ന IQI is placed on the film side. ഫിലിമിന്റെ ഭാഗത്ത് IQI എന്ന് പറഞ്ഞുള്ള എലമെന്റിനെയും കൂടി വെക്കും. ഇത് എന്തിനാന്ന് വെച്ചാല് ഈ IQIയിലുള്ള ക്രാക്ക് അല്ലെങ്കിൽ അതിനകത്തുള്ള സ്ലോട്ടുകളെ പറ്റി, അതിനകത്തുള്ള ഗ്യാപ്പുകളെ പറ്റിയൊക്കെ കൃത്യമായ വാല്യൂസ്, നോൺ വാല്യൂസ് എനിക്കറിയാം. എന്നിട്ട് ഈ IQI ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. റേഡിയേഷൻ സോഴ്സിൽ നിന്നും വരുമ്പോൾ ഈ IQIയിലൂടെ റേഡിയേഷൻ കയറിയിട്ടാണ് ഫിലിമിലേക്ക് വരിക. അപ്പൊ ഇതിന്റെ ഈ IQIന്റെ നോൺ ക്രാക്കുകൾ, പാരാമീറ്റേഴ്സ്, ഇതൊക്കെ നമ്മുടെ ഫിലിമിനകത്ത് കൃത്യമായിട്ട് പതിഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ, പതിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം നമുക്ക് റേഡിയേഷൻ സോഴ്സിൽ നിന്നും വരുന്ന റേഡിയേഷൻ പക്ക നമ്മുടെ റിക്വയർഡ് എനർജി ലെവലുള്ള റേഡിയേഷൻ ആണെന്ന് മനസ്സിലാവും. അപ്പോൾ ആ ഒരു ചെക്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന എലമെന്റ് ആണ് IQI. അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിക്കും ഈ മൊഡ്യൂളിൽ തന്നെ. സോ ഇത് എപ്പോഴാണ് യൂസ് ചെയ്യുക? ഈ ഒരു മെത്തേഡ് DWSI യൂസ് ചെയ്യുന്നത് പൈപ്പിന്റെ ഡയമീറ്റർ മോർ ദാൻ 90 mm ഒക്കെ ആവുന്ന കേസുകളിലാണ് DWSI, that is double wall single image technique use ചെയ്യുന്നത്. Then radiation source is kept on the pipe or very nearer to OD. ഇത് റേഡിയേഷൻ സോഴ്സ് നമുക്കറിയാം പൈപ്പിൽ നിന്നും വളരെ
അടുത്തായിട്ട്, അതായത് പൈപ്പിന്റെ ഔട്ട്സൈഡ് ഡയമീറ്ററിന് അല്ലെങ്കിൽ ഔട്ട്സൈഡ് സർഫസിന് നിയർ ബൈ ഏരിയയിലാണ് നമ്മൾ ആരെ കീപ്പ് ചെയ്യുക, നമ്മുടെ റേഡിയേഷൻ സോഴ്സിനെ കീപ്പ് ചെയ്യുക. സോ ദാറ്റ് സോഴ്സ് സൈഡ് വെൽഡ് ഈസ് നോട്ട് ഫോളിംഗ് ഓൺ ദി ഫിലിം. നമുക്ക് ഈ ഫിഗർ പ്രകാരം ഈ സോഴ്സിന്റെ ഭാഗത്തുള്ള വെൽഡിലൂടെ ഒരൊറ്റ റേഡിയേഷനും കടന്നു പോകുന്നില്ല. ബട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഫിലിം സൈഡിലുള്ള വെൽഡ്, ഫിലിമിന്റെ ഭാഗത്തുള്ള വെൽഡിലൂടെ ഈ പറയുന്ന റേഡിയേഷൻ കടന്നു പോകുന്നുണ്ട്. അതിന്റെ റിസൾട്ട് ആ ഫിലിമിനകത്ത് ജനറേറ്റ് ചെയ്യുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഈ പൈപ്പിന്റെ ഹോൾ ഡയമീറ്ററിലുള്ള വെൽഡിങ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ചെക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ഓരോ മൊമെന്റിലും ഈ സോഴ്സിന് എന്ത് ചെയ്യേണ്ടി വരും, അഡ്ജസ്റ്റ് ചെയ്ത് മാറ്റി വെക്കേണ്ടി വരും. ഇപ്പൊ ഉള്ള പൊസിഷൻ പ്രകാരം ഈ ഭാഗത്ത് വരുന്ന വെൽഡിങ്ങിനുള്ള പ്രശ്നങ്ങൾ മാത്രമേ നോട്ട് ചെയ്യപ്പെടുള്ളൂ. ഇനി ഇതേ സോഴ്സിനെ ഞാൻ കുറച്ചുകൂടി ബാക്കിലേക്ക് അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു പിറകിലേക്ക് മാറ്റുകയാണെങ്കിൽ പുതിയ ഏരിയയിലേക്ക് റേഡിയേഷൻ ഫോക്കസ് ചെയ്യപ്പെടും. ആ ഏരിയയിലുള്ള ഡീറ്റെയിലിംഗ് കിട്ടും. ദെൻ അടുത്ത ഏരിയയിലേക്ക് അല്ലെങ്കിൽ അടുത്ത ഒരു സോഴ്സിന് പൊസിഷൻ ചേഞ്ച് വരുത്തുമ്പോൾ നമ്മുടെ അടുത്ത വെൽഡഡ് ഏരിയന്റെ റിസൾട്ട് കിട്ടും. ഇതിങ്ങനെ മാറ്റി കൊണ്ടുപോയാൽ നമുക്ക് ഡിഫറെന്റ് റിസൾട്ട് കിട്ടും, അല്ലെങ്കിൽ ആ സർക്കംഫറൻഷ്യൽ ഏരിയ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. സോ റിക്വയർ നമ്പർ ഓഫ് എക്സ്പോഷേഴ്സ്. ഓക്കെ, അപ്പോ എങ്ങനെയാണ് ഇവിടെ ടെസ്റ്റിംഗ് നടത്തുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ സോഴ്സ് നമ്മൾ കീപ്പ് ചെയ്യുന്നത് പൈപ്പിന്റെ ഔട്ടർ സർഫസിലാണ്, ഔട്ടർ ഡയമീറ്ററിന്റെ നിയർ ബൈ ഏരിയയിലാണ്, അല്ലെങ്കിൽ ഔട്ടർ എലമെന്റിന്റെ നിയർ ബൈ ഏരിയയിലാണ് സോഴ്സ് കീപ്പ് ചെയ്യുന്നത്. അപ്പൊ സോഴ്സ് സൈഡിലുള്ള വെൽഡിലൂടെ എന്ത് പാസ് ചെയ്യുന്നില്ല, റേഡിയേഷൻ പാസ് ചെയ്യുന്നില്ല. ബട്ട് ഫിലിം സൈഡിലുള്ള വെൽഡിലൂടെ റേഡിയേഷൻ പാസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ രണ്ട് വാളിലൂടെ കടന്നു പോവുകയും ഒരൊറ്റ ഇമേജ് ജനറേറ്റ് ചെയ്യുകയും ചെയ്യുന്നതുകൊണ്ടാണ് ഇയാളുടെ പേര് ഡബിൾ വാൾ സിംഗിൾ ഇമേജ് ടെക്നിക്. എക്സാമിന് ചോദിച്ചാൽ ഈ ഫിഗർ ഒക്കെ വെച്ചിട്ട് വരക്കണം. അറ്റ്ലീസ്റ്റ് ഈ രണ്ട് ഫിഗറെങ്കിലും വരക്കണം. ഇതിപ്പോ ഈ ഫിഗർ എന്ന് പറയുന്നത് ഒരു പൈപ്പാണ്. പൈപ്പിൽ രണ്ട് വെൽഡഡ് ജോയിന്റ് കാണിച്ചിട്ടുണ്ട്. ദെൻ സോഴ്സ് പുറത്തു വെച്ചിട്ട് ഒരൊറ്റ വെൽഡിലൂടെ മാത്രം റേഡിയേഷൻ പോകുന്ന രീതിയിൽ കാണിച്ചാണ്. ഇതേ പൈപ്പിന്റെ ഈ ഭാഗത്ത് നിന്ന് നമ്മൾ നോക്കുമ്പോൾ അല്ലെ, ഈ ഭാഗത്ത് നിന്ന് ഞാൻ നോക്കുമ്പോൾ കാണുന്ന സൈഡ് വ്യൂ ആണ് പുറത്ത് വരച്ചിട്ടുള്ളത്. എന്താ കാണാ, പൈപ്പിന്റെ ആ ഒരു ഡയമീറ്റർ കാണും അല്ലെ, റൗണ്ട് കാണും. പിന്നെ മേലയിൽ ഒരു സോഴ്സ് കാണും. ഈ സോഴ്സിൽ നിന്നും ഇങ്ങനെ റേഡിയേഷൻ വരുന്നതാണ്. ദെൻ ഈ പൈപ്പിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഈ ഗ്രീൻ കളറിൽ നമ്മളെ ഫിലിമാണ്. അപ്പോൾ രണ്ട് വാളിലൂടെ കടന്നുപോയോ എന്ന് വെച്ചാൽ ഈ വാളിലൂടെയും കടന്നുപോയി, ഈ വാളിലൂടെയും കടന്നുപോയി, ഡബിൾ വാൾ. ബട്ട് ഒരൊറ്റ വെൽഡിങ്ങിന്റെ ഇമേജ് മാത്രമേ ജനറേറ്റ് ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ ദിസ് ഈസ് ഡബിൾ വാൾ സിംഗിൾ ഇമേജ് ടെക്നിക്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത എലമെന്റ് എന്ന് പറയുന്നത് ഡബിൾ വാൾ ഡബിൾ ഇമേജ് ടെക്നിക്കാണ്. ഇതേ പരിപാടി തന്നെ. നേരത്തെ നമ്മുടെ സോഴ്സിനെ കീപ്പ് ചെയ്തത് നമ്മുടെ ഔട്ടർ സർഫസിന്റെ നിയർ ബൈ ഏരിയ, ഇവിടെയൊക്കെ ആയിരുന്നു സോഴ്സ് വെച്ചിട്ടുണ്ടായിരുന്നത് അല്ലെ. നിയർ ബൈ ഏരിയയിലാണ് നമ്മൾ സോഴ്സ് വെച്ചിട്ടുണ്ടായിരുന്നത്. ബട്ട് ഇവിടെ ഡബിൾ വാൾ ഡബിൾ ഇമേജ് ടെക്നിക്ക്, നിങ്ങൾക്ക് ഈ ഫിഗർ നോക്കിയാൽ തന്നെ മനസ്സിലാവും. നമ്മുടെ സോഴ്സ് ഉള്ളത് ഈ ഔട്ടർ സർഫസിൽ നിന്നും കുറച്ച് അകലെയാണ്. മാത്രമല്ല നമ്മുടെ വെൽഡിങ്ങിന്റെ ആക്സിസിൽ നിന്നും കുറച്ച് ദൂരം വിട്ടിട്ടാണ്, ഓഫ്സെറ്റ് ചെയ്തിട്ടാണ് അല്ലെ. ഇതാണല്ലോ വെൽഡിങ്ങിന്റെ ആക്സിസ് വരിക. ഈ രണ്ട് വെൽഡിങ്ങിന്റെ ആക്സിസ് എന്ന് പറയുന്നത് ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ അല്ലേ. ഈ ആക്സിസിൽ നിന്നും ഒരു ഡിസ്റ്റൻസ് ഓഫ്സെറ്റ് ചെയ്തിട്ട് അവിടെയാണ് നമ്മൾ സോഴ്സ് വെച്ചത്. ദെൻ ആ സോഴ്സ് വെച്ച സർഫസ് എന്ന് പറയുന്നത് നമ്മുടെ ട്യൂബിന്റെ ഔട്ടർ ഡയമീറ്ററിൽ നിന്നും കുറച്ച് അകലെയുമാണ്. ഇനി അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര ഇമേജ് കിട്ടും, എത്ര വോളിലൂടെ കടന്നു പോകും, ഇതാണ് നോക്കേണ്ടത്. ഞാനിപ്പോ ഇവിടെ ഒരു ആക്സിസിൽ നിന്നും ഓഫ്സെറ്റ് ചെയ്തിട്ട് നമ്മുടെ സോഴ്സിനെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെയാണ് സോഴ്സ് ഉള്ളത്. അപ്പൊ ഇവിടുന്ന് റേഡിയേഷൻ പോകുന്നത് നമുക്ക് നോക്കാം. റേഡിയേഷൻ ഒരു സിംഗിൾ റേഡിയേഷൻ ഞാൻ നോക്കുകയാണെ. റേഡിയേഷൻ ഇങ്ങനെ വന്നു, മേലത്തെ വെൽഡിലൂടെ കയറി ഇപ്പുറത്തി. അപ്പോഴത്തേക്കും ദെൻ ഇയാൾ നേരെ പോയി രണ്ടാമത്തെ വാളിലൂടെയും കടന്നുപോയി. ഇവിടെ എന്ത് ചെയ്യും, ഈ മേലത്തെ വെൽഡിങ്ങിന്റെ കറസ്പോണ്ടിങ് ചേഞ്ചസ് ഒക്കെ ഇവിടെ റെക്കോർഡ് ചെയ്യപ്പെടും. ദെൻ ഇയാൾ ഇങ്ങനെ വന്ന് ഫസ്റ്റ് വാളിലൂടെ കടന്ന് സെക്കൻഡ് വാളിലൂടെയും കടന്ന് നമ്മുടെ വെൽഡിങ്ങിലൂടെയും കടന്നു പോകുന്നു. അതേപോലെ തന്നെ ഇതിന്റെ രണ്ടിന്റെയും ഗ്യാപ്പിലൂടെയുള്ള ഒരു റേഡിയേഷൻ സോഴ്സ് ഉണ്ടാവും. നമ്മളിപ്പോ ഇവിടെ മൂന്നെണ്ണേ കാണിച്ചിട്ടുള്ളൂ. ഫസ്റ്റ് വാളിലൂടെ കടന്നു, വെൽഡിങ്ങിലൂടെ കടന്നു, സെക്കൻഡ് വാളും കഴിഞ്ഞു, ഫിലിമിലേക്ക് എത്തും.
അപ്പൊ ഇവിടെ നമ്മൾ ഫിലിം നോക്കുകയാണെങ്കിൽ നമുക്ക് എത്ര ഇമേജ് ഉണ്ടാവും? ഞാൻ ഈ ടെസ്റ്റിങ് ഇത് പ്രകാരം ടെസ്റ്റിങ് ചെയ്ത് ഫിലിം ഞാൻ പിന്നീട് പുറത്തെടുക്കുകയാണ്. ഈ ഒരു ഫിലിമിനെ ഞാൻ പിന്നീട് പുറത്തെടുക്കുകയാണ്. ഈ ഫിലിമിനെ ഞാൻ പിന്നെ പുറത്തെടുക്കുകയാണ്. ഓക്കെ, ഈ ഫിലിമിൽ എത്ര ഇമേജ് ഉണ്ടാവും? 2 ഇമേജ്. 2 ഇമേജ് ഉണ്ടാവും. ആ 2 ഇമേജും എങ്ങനെ ഉണ്ടാവുക? ഒന്നിന്റെ മേലെ ഒന്നായിട്ടാണോ അല്ലെങ്കിൽ അടുത്തടുത്താണോ? ഇപ്പൊ ഇവിടെ തന്നെ നോക്കാം. നമ്മൾ ഈ മേലത്തെ റേഡിയേഷൻ സോഴ്സിൽ നിന്നും ഈ വെൽഡിലൂടെ മേലത്തെ വെൽഡിലൂടെ വന്ന സിഗ്നൽ അല്ലെങ്കിൽ ആ റേഡിയേഷൻ വന്നിട്ട് ഫിലിമിന്റെ ഇവിടെയാണ് ഹിറ്റ് ചെയ്തിട്ടുള്ളത് അല്ലെ. അപ്പൊ അവിടെയാണ് അതിന്റെ ഇമേജ് ജനറേറ്റ് ചെയ്തിട്ടുണ്ടാവുക. നേരെ മറിച്ച് സോഴ്സിൽ നിന്ന് വന്ന റേഡിയേഷൻ ഫസ്റ്റ് വാളിലൂടെയും കടന്ന് സെക്കൻഡ് വാളിലൂടെയും കടന്ന് നമ്മുടെ സെക്കൻഡ് വെൽഡിങ്ങിലൂടെയും കടന്ന് ഇവിടെ വന്നപ്പോൾ ഇവിടെ ആയിരിക്കും ഇമേജ് ജനറേറ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ സിംപ്ലി ഞാനൊരു ഫിലിം നോക്കുകയാണെങ്കിൽ എനിക്ക് 2 ഇമേജ് കിട്ടും. അതിൽ ഒന്ന് മേലത്തെ വെൽഡിങ്ങിന്റെ ആയിരിക്കും, മറ്റൊന്ന് താഴത്തെ വെൽഡിങ്ങിന്റെ ആയിരിക്കും. അപ്പോ 2 വാളിലൂടെ കടന്നു പോവുകയും ചെയ്തു, 2 വെൽഡിന്റെയും ഇമേജ് ജനറേറ്റ് ചെയ്യുകയും ചെയ്തു. ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് കോൾഡ് ആസ് ഡബിൾ വാൾ ഡബിൾ ഇമേജ് ടെക്നിക്. So it is applicable in small diameter pipes up to 90 mm dia. നേരത്തെ above 90 mm dia ആയിരുന്നു. ഇവിടെ 90 mm വരെയുള്ള ഡയമീറ്റർ പൈപ്സിൽ നമ്മൾ ടെസ്റ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് ആണിത്. കാരണം നമുക്ക് 90 mm കുറഞ്ഞ ഡയമീറ്ററിന്റെ ഉള്ളിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സോഴ്സിനെയും കടത്തിവിടാൻ പറ്റില്ല, ഫിലിമിനെയും കടത്തിവിടാൻ പറ്റില്ല. അത്രയും നാരോ ട്യൂബാണ്. അപ്പൊ അങ്ങനെയുള്ള നാരോ ട്യൂബിന്റെ ഒക്കെ വെൽഡിംഗ് ജോയിന്റ്സ് ഒക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാല് ആ വെൽഡിംഗ് ആക്സിസിൽ നിന്നും കുറച്ച് ഓഫ്സെറ്റ് ചെയ്തിട്ട്, അതായത് ഇതാണ് ഇവിടെ വെൽഡിംഗ് ആക്സിസ് നിങ്ങൾക്ക് കാണാം. ഈ വെൽഡിംഗ് ആക്സിസിൽ നിന്നും കുറച്ച് ഓഫ്സെറ്റ് ചെയ്തിട്ട് ഈ ഒരു സർഫസിൽ നിന്നും നല്ലൊരു ഹൈറ്റിൽ നല്ലൊരു ഡിസ്റ്റൻസിൽ നമ്മൾ സോഴ്സ് കീപ്പ് ചെയ്യുന്നു. ദെൻ റേഡിയേഷൻസ് നമ്മൾ ജനറേറ്റ് ചെയ്ത് അയക്കുന്നു. അപ്പോൾ ഒന്നാമത്തെ വെൽഡിന്റെ ഇമേജ് ഉണ്ടാക്കും, രണ്ടാമത്തെ വെൽഡിന്റെ ഇമേജ് ഉണ്ടാക്കും. അത് ഫിലിമിൽ 2 പ്ലേസിലാണ്. ഒന്ന് ഇവിടെയാണെങ്കിൽ മറ്റേത് ഫിലിമിൽ ഇവിടെയാണ്. ദെൻ ഈ ഒന്നാമത്തെ വെൽഡിങ്ങിന്റെ ഇമേജ് എന്ന് പറയുന്നത് ചെറിയൊരു കർവ് പോലെ ഉണ്ടാവുക. നമുക്ക് അതിന്റെ ഒരു ഫിഗർ ആണ് ഇവിടെ കാണാം. ഇത് ഒരു ഡബിൾ വാൾ ഡബിൾ ഇമേജ് ടെക്നിക്കിന്റെ ഫിഗർ ആണ്, അല്ലെങ്കിൽ ഫിലിം ഫിഗർ ആണ്. ഫിലിമാണ് ഈ കാണിച്ചേക്കുന്നത്, ഫിലിമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്ക് ഇമേജ് ജനറേറ്റ് ചെയ്തതായിട്ട് കാണാം. ഒരു വൈറ്റ് കളറിൽ ഇവിടെ ഒരു ഏതാണ്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ പോലെ ഉണ്ട്. ഇവിടെ ചെറിയൊരു ബെൻഡിങ്, ഒരു ആർക്ക് പോലെയുണ്ട്. ഈ ആർക്ക് പോലെയുള്ളത് ആരുടെ ഇമേജ് ആയിരിക്കും? ഇവിടുന്ന് ഇപ്പോ സോഴ്സിൽ നിന്നും ഈ മേലത്തെ ഇയാളുടെ ഇമേജ്, അതായത് ഇതിലേ പാസ് ചെയ്ത്, അപ്പൊ ഇതിനകത്തുള്ള ക്രാക്കും കാര്യങ്ങളൊക്കെ ഐഡന്റിഫൈ ചെയ്ത് നേരെ ഇവിടെ എത്തി. അതായത് ഈ ഫിലിമില് ഈ ഒരു സ്ഥലത്ത് ഇമേജ് ജനറേറ്റ് ചെയ്തു. അപ്പോ ഇവിടെ ഒരു ചെരിഞ്ഞ് വന്നാണ് അല്ലെ. ഇതിന് കറസ്പോണ്ടിങ് ഫിഗർ ആണ്, ഈ മേലത്തെ കറസ്പോണ്ടിങ് ഫിഗർ ആണ് ഈ ചെറിയൊരു ബെൻഡിങ് വന്നിട്ടുള്ളത്. നേരെ കുറച്ച് താഴത്ത് നോക്കിയേ, സോഴ്സിൽ നിന്നും നേരെ ഫസ്റ്റ് വാളും കഴിഞ്ഞ് സെക്കൻഡ് വാളിലേക്ക് എത്തി. അപ്പൊ ഇവിടെ ഇതിന്റെ ഇമേജ് നേരെ താഴെ ഉണ്ടാക്കുകയാണ്. അപ്പൊ ഈ ഇവിടെ ജനറേറ്റ് ചെയ്യുന്ന ഇമേജ് എന്ന് പറയുന്നത് ഈ താഴത്തെ വെൽഡിന്റെ ആണ്. അപ്പൊ അവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ പോലെ ഉണ്ടാവുക. അതാണ് ഈ ഒരു ഫിഗറിനകത്ത് 2 ഇമേജ് കാണിച്ചിരിക്കുന്നത്. ഡബിൾ വാൾ ഇമേജ് ആണ്. ഇപ്പൊ 2 വാളിലൂടെയും ട്യൂബിന്റെ മേലത്തെയും താഴത്തെയും വാളിലൂടെ കടന്നു പോവുകയും ചെയ്തു. ട്യൂബിനകത്തുള്ള 2 ജോയിന്റുകളെയും അനലൈസ് ചെയ്യുകയും ചെയ്തു. ദാറ്റ് ഈസ് ഡബിൾ വാൾ ഡബിൾ ഇമേജ്. അപ്പൊ അതിനകത്ത് ഒന്ന് എപ്പോഴും മേലത്തെ ജോയിന്റിന്റെ റിസൾട്ട് എപ്പോഴും ചെറിയൊരു ബെൻഡിങ്ങിലായിരിക്കും, താഴത്തത് ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഇമേജ് ആയിരിക്കും. സോ IQI ഈസ് പ്ലേസ്ഡ് ഓൺ സോഴ്സ് സൈഡ്. IQI എന്താണെന്നുള്ളത് നമ്മൾ ബേസിക് ആയിട്ടുള്ള ഐഡിയ പറഞ്ഞു. ബാക്കി അതിന്റെ ഡീറ്റെയിലിംഗ് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ടുള്ള ക്ലാസ്സിൽ പറയാം. അപ്പൊ IQI ഇവിടെയും ഉപയോഗിക്കും, സോഴ്സ് സൈഡിലാണ് വെക്കുക. റിക്വയർ മിനിമം 2 exposures perpendicular to each other to cover the entire circumference. നമ്മുടെ ട്യൂബിന്റെ മൊത്തം സർക്കംഫറൻസ് കവർ ചെയ്യണമെങ്കിൽ 2 കംപ്ലീറ്റ് എക്സ്പോഷർ എങ്കിലും നമ്മൾ നടത്തണം. 2 തവണയെങ്കിലും ഈ ഒരു മെത്തേഡ് ചെയ്യണം. പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ എന്ന് പറഞ്ഞാൽ ആദ്യം ഏറ്റവും ടോപ്പിലാണ് വെച്ചിട്ടുള്ളെങ്കിൽ അടുത്തതായിട്ട് ഒരു 90 ഡിഗ്രി മാറിയിട്ട് നമ്മുടെ സോഴ്സിനെ കീപ്പ് ചെയ്യേണ്ടി വരും. ഈ ഒരു മെത്തേഡാണ് ഡബിൾ വാൾ ഡബിൾ ഇമേജ് മെത്തേഡ്. ഐഡിയ മനസ്സിലായോ? എന്തുകൊണ്ടാണ് ഇതിന് ഇങ്ങനെ പേര് വന്നത് മനസ്സിലായോ? 2 വാളിലൂടെ 2 വെൽഡിങ്ങിന്റെ ഇമേജും ജനറേറ്റ് ചെയ്യും. ഈ 2 വെൽഡിങ്ങിന്റെ ഇമേജ് ജനറേറ്റ് ചെയ്യാൻ എന്താ നമ്മൾ ചെയ്തത്?
വെൽഡിങ് ആക്സിസിൽ നിന്നും കുറച്ച് ഓഫ്സെറ്റ് ചെയ്ത് സർഫസിൽ നിന്നും കുറച്ച് ഹൈറ്റിൽ നമ്മൾ സോഴ്സിനെ കീപ്പ് ചെയ്തു. നേരെ മറിച്ച് ഡബിൾ വാൾ സിംഗിൾ ഇമേജ് ആണെങ്കിൽ നമ്മുടെ ഈ സർഫസിന്റെ നിയർ ബൈ ഏരിയയിൽ തന്നെയാണ് സോഴ്സ് വെച്ചത്. ബട്ട് ഇതേപോലെ ആക്സിസിൽ നിന്നും കുറച്ച് ഓഫ്സെറ്റ് ചെയ്തിട്ട് തന്നെയാണ് വെച്ചത്. അപ്പൊ ഈ നിയർ ബൈ ഏരിയയിൽ വെക്കുമ്പോൾ ഈ വെൽഡിങ്ങിലൂടെ റേഡിയേഷൻസ് പോകാൻ സാധ്യതയില്ല. നേരെ താഴത്തെ വെൽഡിങ്ങിന്റെ ഇമേജ് മാത്രമേ ജനറേറ്റ് ചെയ്യുള്ളൂ. ഡബിൾ വാൾ ഡബിൾ ഇമേജ് ആണെങ്കിൽ രണ്ട് വാളിലൂടെ കടന്നു പോവുകയും ചെയ്യും, രണ്ട് വെൽഡിങ്ങിന്റെ ഇമേജും ജനറേറ്റ് ചെയ്യും. ദിസ് ഇസ് DWDI മെത്തേഡ്. ഓക്കെ, then ഡബിൾ വാൾ സൂപ്പർ ഇമ്പോസിംഗ് ടെക്നിക്. സൂപ്പർ ഇമ്പോസിംഗ് എന്ന് വെച്ചാൽ ഒന്നിന്റെ മേലെ മറ്റൊന്ന് വന്ന് വീഴുന്നതിനെ നമ്മൾ സൂപ്പർ ഇമ്പോസ് ചെയ്യാന്ന് പറയാം. ഈ സൂപ്പർ ഇമ്പോസിംഗ് ടെക്നിക് എങ്ങനെയാന്ന് വെച്ചാൽ, സൂപ്പർ ഇമ്പോസിംഗ് ടെക്നിക്ക് നമ്മളിപ്പോ ഡബിൾ വാൾ ഡബിൾ ഇമേജ് പറഞ്ഞ കേസ് തന്നെ, ഇവിടെ നമ്മൾ ഇത് ഡബിൾ വാൾ ഡബിൾ ഇമേജ് കിട്ടാൻ വേണ്ടി എന്താ ചെയ്തേ, ഈ വെൽഡിങ് ആക്സിസ് ഇങ്ങനെ ഓഫ്സെറ്റ് ഒന്നും ചെയ്യാതെ സോഴ്സിനെ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ ആക്സിസിൽ, വെൽഡിങ്ങിന്റെ ആക്സിസിൽ തന്നെ ഞാൻ ഇവിടെ സോഴ്സ് വെക്കുന്നു. ഇതാണ് എന്റെ സോഴ്സ്. ഈ വെൽഡിങ് ആക്സിസിൽ ഞാൻ വെച്ചിട്ടുണ്ട് സോഴ്സ്. അപ്പൊ ഇതിനകത്ത് നിന്ന് റേഡിയേഷൻ വരുന്നു, വന്നു പോയ ഫസ്റ്റ് വാളിൽ കയറിയില്ലേ ഇവിടെ ഇമേജും ആക്കി. ദെൻ അങ്ങനെ ഫസ്റ്റ് ജോയിന്റിലേക്ക് കയറിയ റേഡിയേഷൻ പിന്നെ ട്യൂബിന്റെ സെക്കൻഡ് വാളിലേക്കും പോവും, അവിടുത്തെ വെൽഡിലൂടെയും പോവും. അപ്പൊ അയാളുടെ ഫീച്ചേഴ്സും അയാൾ നോട്ട് ചെയ്തിട്ട് നേരെ ഫിലിമിൽ പോയിട്ട് എന്ത് ചെയ്യും, എക്സ്പോസ് ചെയ്യും. അപ്പൊ ഇവിടെ നമുക്ക് കിട്ടുന്ന ഇമേജ് എന്ന് പറയുന്നത് ഈ രണ്ട് വെൽഡിങ്ങിന്റെയും പ്രോപ്പർട്ടീസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഇമേജ് ആണ് ജനറേറ്റ് ചെയ്ത് വരിക. അതായത് ഇതും കൂടി കേറി വരും ഫിലിമില്. ഇവിടെ ഇപ്പോൾ ഡബിൾ വാൾ ഡബിൾ ഇമേജ് ആയതുകൊണ്ട് രണ്ട് ഇമേജും സെപ്പറേറ്റ് ചെയ്താണ് നമുക്ക് കിട്ടിയത്. നേരെ മറിച്ച് ഡബിൾ വാൾ സൂപ്പർ ഇമ്പോസിംഗ് ടെക്നിക് ആണെങ്കിൽ എങ്ങനെ ഉണ്ടാവുന്ന വെച്ചാൽ ഒന്നിന്റെ മേലെ തന്നെ രണ്ടാമത്തെ ആളുടെ ഇമേജും ഉണ്ടാവും. നമുക്ക് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് കാണാൻ പറ്റും, പക്ഷെ ഒന്നിന്റെ മേലെ തന്നെ ആയിരിക്കും മറ്റേ ആളുടെ റിസൾട്ട് ഉണ്ടാവുക. കാരണം എന്താ, നമ്മൾ സോഴ്സ് ആണ് ഫിലിമിലേക്ക് എത്തുന്നത്. അപ്പോ ഡബിൾ വാൾ സൂപ്പർ ഇമ്പോസിംഗ്, കാരണം രണ്ട് വെൽഡിങ്ങിന്റെയും ഫൈനൽ റിസൾട്ട് കമ്പൈൻ ചെയ്ത് അല്ലെങ്കിൽ സൂപ്പർ ഇമ്പോസ് ചെയ്തിട്ടാണ് നമ്മുടെ ഫിലിമിനകത്ത് നമുക്ക് എന്ത് കിട്ടുന്നത്, ഇമേജ് കിട്ടുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, ഇനി ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട ഒരു ടെക്നിക്കും കൂടിയുണ്ട്, ദാറ്റ് ഈസ് റിയൽ ടൈം റേഡിയോഗ്രാഫി. അത് 5 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. നേരെ മറിച്ച് നമ്മളിപ്പോ പറഞ്ഞ 4 ടെക്നിക്കുകളൊക്കെ വേറെയും ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോ എന്തൊക്കെ ടെക്നിക്ക് എന്ന് പറഞ്ഞു വെച്ചാൽ, സിംഗിൾ വാൾ സിംഗിൾ ഇമേജ് പറഞ്ഞു. അതിൽ ഒന്ന് സോഴ്സ് ഉള്ളിലും ഫിലിം ഔട്ട്സൈഡിലും ആയിരിക്കും, അല്ലെങ്കിൽ സോഴ്സ് ഔട്ട്സൈഡിലും ഫിലിം ഇൻസൈഡിലും ആയിരിക്കും. അത് ലാർജ് ഡയമീറ്റർ പൈപ്പിലൊക്കെയാണ് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുക. വലിയ പൈപ്പിനകത്ത് മാത്രമേ നമുക്ക് കയറിയിട്ട് ഫിലിമും സോഴ്സ് ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ പറഞ്ഞത് എന്താ, ഡബിൾ വാൾ സിംഗിൾ ഇമേജ്. അതായത് സോഴ്സ് നമ്മളെപ്പോഴും ഔട്ട്സൈഡിൽ എടുക്കും, ഫിലിമും ഔട്ട്സൈഡിൽ എടുക്കും. 90 അപ്പോ രണ്ടും ഔട്ട്സൈഡിലാണ്, ഓപ്പോസിറ്റ് ഈച്ച് അതർ ആണ്. പക്ഷെ സോഴ്സിൽ നിന്നും വരുന്ന റേഡിയേഷൻ രണ്ട് വാളിലൂടെ കയറുന്നുണ്ടെങ്കിലും ഒരൊറ്റ ആളുടെ ഇമേജ് മാത്രമേ ജനറേറ്റ് ചെയ്യൂ. അതുകൊണ്ടാണ് ഡബിൾ വാൾ സിംഗിൾ ഇമേജ്. പിന്നെ ഉള്ളത് ഡബിൾ വാൾ ഡബിൾ ഇമേജ് അല്ലെ. ഡബിൾ വാൾ ഡബിൾ ഇമേജ് എന്ന് പറഞ്ഞാൽ രണ്ട് വാളിലൂടെയും പോവും, രണ്ട് വെൽഡിങ്ങിന്റെ റിസൾട്ടും കിട്ടുകയും ചെയ്യും. അപ്പൊ ഒന്നിന്റെ ചെറിയൊരു കർവ് പോലെ ഉണ്ടാകുക, മറ്റേത് സ്ട്രെയിറ്റ് ആയിരിക്കും. പിന്നെ പറഞ്ഞ ഡബിൾ വാൾ സൂപ്പർ ഇമ്പോസിംഗ്. നമ്മൾ സോഴ്സ് കീപ്പ് ചെയ്യുന്നത് വെൽഡിങ് ആക്സിസിൽ തന്നെ കീപ്പ് ചെയ്യും, രണ്ട് വെൽഡിലൂടെയും റേഡിയേഷൻ കടന്നു പോയിട്ട് കറസ്പോണ്ടിങ് ഇമേജ് ജനറേറ്റ് ചെയ്യും. പക്ഷെ അത് സൂപ്പർ ഇമ്പോസ്ഡ് ഇമേജ് ആയിരിക്കും. ഓക്കെ, ഇനിയുള്ളതാണ് റിയൽ ടൈം റേഡിയോഗ്രാഫി. അത് അടുത്ത ക്ലാസ്സിൽ പറയാം. അപ്പം ആബ്സെന്റേഴ്സ് നമ്പർ 1, 2, 3, 4, 5, 7, 8, 9, 10, 13, 14, 15, 18, 20, 22, 23, 26, 28, 29 and 32. ഇത്ര ആൾക്ക് എന്താ പറ്റിയ, എക്സാം ആണോ? ഇന്ന് ഏതാ എക്സാം?
ഏ തെർമോഡൈനാമിക്സ്. ഓ ഓക്കെ, താങ്ക് യു.